ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയും. ചൂടെങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സമ്മർ പ്രമാണിച്ച്? എല്ലാവർക്കും നല്ല ചൂടായിരിക്കുമല്ലോ. പുറത്തു പോയി ഇറങ്ങാൻ വയ്യ, അതുപോലെ നല്ല ചൂടാണ്. അപ്പം നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നന്നായിട്ട് തണുക്കണ്ടേ. അപ്പം അതിനുവേണ്ടി സമ്മർ സ്പെഷ്യൽ ഒരു കസ്റ്റാർഡാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൂട്ട് കസ്റ്റാർഡ്. അത് നോക്കിയാലോ, വളരെ ഈസിയാണ്, ഒരു പാടുമില്ല, ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ആരൊക്കെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നോ രണ്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആൾക്കാർ ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പാലെടുക്കാം. ആ പാലെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് ഇച്ചിരി കൂടുതൽ എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഫ്രൂട്ട്സ് കുറവാണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പാലിൻ്റെ അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് അതിന് ചേർക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ ഷോപ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് പാലിനകത്ത് ഇതുപോലെ കലക്കാണ്ട് നമ്മൾ പാലിലേക്ക് അടുപ്പത്ത് ഡയറക്റ്റ് ഒഴിച്ചാൽ ഇത് കട്ട കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കുറച്ച് പാലെടുത്ത് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് കലക്കിയ ശേഷം ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായിട്ടത് നന്നായിട്ട് മിക്സായിട്ടൊന്ന് കൊഴുത്ത് വരും. അപ്പം നന്നായിട്ട് ഇത് മിക്സായി വന്നു. ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ പാലെടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അത് നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ നന്നായിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ പഞ്ചസാര. 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒരു പാക്കറ്റ് പാലിന് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കാം. പാൽ നന്നായിട്ടൊന്ന് ഉരച്ച് വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ നന്നായിട്ട് ഉരച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കസ്റ്റാർഡിൻ്റെ ഈ മിക്സ് നമുക്ക് അതിലേക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച് വരട്ടെ നന്നായിട്ട്. നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഫ്രൂട്ട്സാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ എല്ലാം നല്ല ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാൻ പറ്റും കേട്ടോ. ഏത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിരുന്നു, ചെറിയ ഏത്തപ്പഴമായിട്ട് 2 എണ്ണം എടുത്തു. ആപ്പിള് 1 എണ്ണം, പിന്നെ മാതള നാരങ്ങ 1 എണ്ണം, പിന്നെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ പാലിവിടെ നന്നായിട്ട് കൊഴുക്കാൻ തുടങ്ങി. ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, നന്നായിട്ട് കൊഴുത്തു വരുന്നുണ്ട്. നന്നായിട്ട് കൊഴുത്തു. നന്നായിട്ട് കൊഴുത്ത് നമ്മുടെ മിക്സ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മിക്സോട് നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നമ്മൾ വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഇതിന് ചൂട് നന്നായിട്ടൊന്ന് ആറണം. ആറിയ ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ അത് നന്നിട്ട് നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. ഒരു 4 മണിക്കൂർക്ക് ഫ്രിഡ്ജിൽ തണുത്ത ശേഷം നമുക്കത് ഉപയോഗിക്കാം. ചൂടാറിയ നമ്മുടെ മിക്സ്, നമുക്ക് കസ്റ്റാർഡ് മിക്സ് നമുക്ക് പാത്രത്തിലേക്ക്, ഫ്രിഡ്ജ് ചെയ്ത് പാത്രമാണ് വെക്കുന്നത്, ആ പാത്രത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഫുൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സിലേക്ക് ഏത്തപ്പഴവും, ആപ്പിള്, മാതള നാരങ്ങ, പിന്നെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ആപ്പിളും ഏത്തപ്പഴവും നമ്മുടെ കയ്യിൽ എന്തൊക്കെ നല്ല ഫ്രൂട്ട്സുകളുണ്ടോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു 4 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഞാൻ ഇപ്പോൾ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ രാവിലെ രാവിലെ നല്ല നാളെ ഒരു 11 മണിക്ക് വെയിലൊക്കെ ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ഇത് കുടിക്കും. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കൊഴുത്ത് നല്ല സെറ്റായിട്ടിരിക്കും. നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് അടച്ചിട്ട് നേരെ എടുത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. നന്നായിട്ട് ആറിയതാണ്. അപ്പം നമ്മൾ ഫ്രൂട്ട്സും ചേർത്തു ഫ്രിഡ്ജിൽ വെക്കുക. നാളെ എടുക്കുക. പകൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ 4 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് തണുക്കും. പക്ഷെ നമുക്ക്
കുടിക്കാവുന്നതാണ്. ശരീരമൊക്കെ തണുക്കും, നല്ല അടിപൊളിയാണ്. ഫ്രൂട്ട്സും ആ തണുപ്പും എല്ലാം കൂടാകുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അടിപൊളിയാണ്. അപ്പം നമുക്ക് നാളെ ഇത് എടുത്തു കഴിയുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ കസ്റ്റാർഡ് എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിലൊക്കെ ആയപ്പോൾ നമ്മൾ എടുക്കുവാണ്. നമുക്കതിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് എടുക്കാം. അപ്പം ഈ സമ്മറിന് ഇതുപോലൊരു കസ്റ്റാർഡ് കുടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കുടിക്കുക? അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ തണുക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ അടിക്കുക, കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അപ്പോൾ അതുവരെ ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ. ബൈ.